ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും അതുപോലെ അതെന്താണെന്നുള്ള എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതിലെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് റീവിസിറ്റ് സെക്ഷനിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. യു ഹാവ് റെഡ് ദ സ്റ്റോറി ഓഫ് ടിൽ, ഹാവിൻറ്റ് യു? നൗ ഫിൽ ഇൻ ദ സ്റ്റോറി മാപ്പ് സ്യൂട്ടബിളി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കഥ നിങ്ങൾ വായിച്ചു. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ടില്ലിൻ്റെ വീര സാഹസികത ഒക്കെ പറയുന്ന ഒരു കഥയാണ്. ഈ കഥ നിങ്ങൾ വായിച്ചു. ഈ കഥയുടെ ഒരു സ്റ്റോറി മാപ്പ് നിങ്ങൾ തയ്യാറാക്കണം. ഈ കഥയുടെ സ്റ്റോറി മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഈ കഥ നടക്കുന്നത് എവിടെയാണ്, ഈ കഥയിലെ പ്രധാന കഥാപാത്രം നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് അദ്ദേഹം പരിഹരിച്ചത്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി മാപ്പിൽ എഴുതാനുള്ളത്. അപ്പോൾ ഇവിടെ 4 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബോക്സിൽ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ. രണ്ടാമത്തതിൽ സെറ്റിങ്സ്, ഈ കഥ നടക്കുന്ന സ്ഥലം. മൂന്നാമത്തത് പ്രോബ്ലം, ഇതിലെ പ്രധാന കഥാപാത്രം നേരിടുന്ന പ്രശ്നം എന്താണ്, അതുപോലെ അതിൻ്റെ പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ. ഈ 4 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. അപ്പം നമുക്ക് ഈ 4 കാര്യങ്ങൾ ആദ്യം എഴുതാം. ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ ക്യാരക്ടേഴ്സിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റ് മാത്രം നമ്മൾ ടെക്സ്റ്റിൽ എഴുതിയാൽ മതി. അപ്പോൾ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ടിൽ, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം ജെഫ്, ടില്ലിൻ്റെ ഡോങ്കി, കോർട്ടിയേഴ്സ്, അവിടെ പാലസിലുള്ള മറ്റ് ആളുകൾ, അതുപോലെ ഡ്യൂക്സ് ജസ്റ്റർ, ഡ്യൂക്കിൻ്റെ വിദൂഷകൻ അല്ലെങ്കിൽ ഫൂൾ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നിങ്ങൾ എടുത്തെഴുതുക. ഇനി അടുത്തത് പോകുന്നത് സെറ്റിങ്സിലേക്കാണ്. ഈ കഥ നടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? അപ്പോൾ പ്രധാനമായിട്ടും ഈ കഥ നടക്കുന്നത് ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിൽ തന്നെയാണ്. ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അതുപോലെ ഈ പാലസിൻ്റെ അകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ, വേരിയസ് ലൊക്കേഷൻസ് ഇൻ ആൻഡ് അറൗണ്ട് ദ പാലസ് ഇൻക്ലൂഡിങ് ദ മെയിൻ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിലാണ് ടില്ലിനെ തടഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ എൻട്രൻസ്, അതുപോലെ ഡൈനിങ് ഹാൾ, ഭക്ഷണമൊക്കെ കഴിച്ച ഡൈനിങ് ഹാൾ, ആൻഡ് ദ റൂം വെയർ ടിൽ ഈസ് സപ്പോസ് ടു പെയിൻറ്റ്, അതുപോലെ ടിൽ പെയിൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു റൂം. ഇതൊക്കെയാണ് സെറ്റിങ്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്? ടിൽ ഈസ് ടാസ്ക്ഡ് വിത്ത് പെയിൻറ്റിംഗ് എ പോർട്രേറ്റ് ഓഫ് ദ എൻറ്റയർ കോർട്ട് വിത്ത് ഈച്ച് കോർട്ടിയർ ഡിമാൻഡിങ് ടു ബി ഡെപ്പിക്റ്റഡ് മോർ ഫേവറബിളി. അപ്പോൾ ഇവിടെ ടിൽ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവരെയും ഉൾപ്പെടുന്ന, ആർച്ച് ഡ്യൂക്കും അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ആർച്ച് ഡ്യൂക്ക് ഇവിടെ ഓരോരുത്തരും എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ പോർട്രേറ്റ് വരയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ കോർട്ടിയേഴ്സ് വന്നിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനേക്കാൾ ഭംഗിയായിട്ട് അവരുടെ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ താൻ കൊല്ലപ്പെടുമെന്ന് ടില്ല് മനസ്സിലാക്കുന്നതാണ് ഇതിലെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഫുൾഫില്ലിംഗ് ദീസ് ഡിമാൻഡ്സ് വുഡ് റിസൾട്ട് ഇൻ ടിൽസ് ഡെത്ത് either by the archduke or the courtiers for painting them as they really are. അപ്പോൾ ഒന്നുകിൽ ആർച്ച് ഡ്യൂക്ക് തന്നെ കൊല്ലും, അല്ലെങ്കിൽ കോർട്ടിയേഴ്സ് തന്നെ വധിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലെത്തുകയാണ്. കാരണം ആർച്ച് ഡ്യൂക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എങ്ങനെ ഇരിക്കുന്നോ ഒരു വ്യത്യാസവും പാടില്ല, അതുപോലെ തന്നെ അവരെ വരയ്ക്കണമെന്നും, എന്നാൽ കോർട്ടിയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അവരെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് വരയ്ക്കണമെന്നാണ്. ഇനി എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം? ടിൽ എന്ത് വിദ്യയാണ് ഇവിടെ പ്രയോഗിച്ചത്? Till pretends to paint the portrait while enjoying the palace's hospitality. അപ്പോൾ പാലസിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവിടെ താമസിക്കുന്നു, ചിത്രം വരയ്ക്കുന്നത് പോലെ അഭിനയിക്കുന്നു, ചിത്രം വരയ്ക്കുന്നില്ല. He unveils a blank wall claiming only those of noble blood can see the painting. അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശൂന്യമായ ഒരു ഭിത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതാണ് ആ ചിത്രം എന്ന് പറയുകയാണ്. അപ്പോൾ നല്ല കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലുള്ള
ആളുകൾക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ദ കോർട്ടിയേഴ്സ് പ്രിറ്റൻഡ് ടു സീ ദ പെയിന്റിംഗ് ടു ഡെമോൺസ്ട്രേറ്റ് ദർ നൊബിലിറ്റി. അപ്പോൾ കോർട്ടിലുള്ള ആളുകളൊക്കെ ഈ ഇല്ലാത്ത ചിത്രത്തെ പുകഴ്ത്തുന്നു. ടിൽ എസ്കേപ്സ് ദ പാലസ് ലീവിംഗ് ദ കോർട്ട് ഇൻ കൺഫ്യൂഷൻ. അപ്പോൾ ടിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതിലെ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു സ്റ്റോറി മാപ്പാണ്. ഇതുപോലെ ഏത് കഥയുടെയും സ്റ്റോറി മാപ്പ് നമുക്ക് തയ്യാറാക്കാം. ക്യാരക്ടേഴ്സ് വേണം, സെറ്റിങ്സ് വേണം, അതുപോലെ പ്രോബ്ലവും സൊല്യൂഷനും ഉണ്ടാവണം. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ ഒരു സ്റ്റോറി മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ചുരുക്കി ഈ കഥ പറയാൻ കുറച്ച് സ്ഥലം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു കാര്യം എഴുതാം. Till a wandering painter arrives at the palace of the Archduke of Battenberg, he impresses the Archduke and is tasked with painting a court portrait, but the courtiers demand to be depicted favorably. Fearing for his life, Till pretends to paint and unveils a blank wall, claiming only nobles can see it. The courtiers pretend to admire it and Till escapes the palace safely. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറി ഏറ്റവും ചുരുക്കി ഈ രീതിയിൽ എഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി. ദ കോർട്ടിയേഴ്സ് ഡിഡ് നോട്ട് വാണ്ട് ടു ബി പോർട്രേറ്റ് ഇൻ ദ പിക്ചർ ഇൻ ദ സെയിം മാനർ ദേ റിയലി ലുക്ക് ലൈക്ക്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ബൈ റീവിസിറ്റിംഗ് ദ സ്റ്റോറി. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ കോർട്ടിയേഴ്സ് അവർ യഥാർത്ഥത്തിൽ അവരുടെ രൂപം എങ്ങനെയാണോ ആ രീതിയിലല്ല. അപ്പോൾ അവരുടെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ചിത്രം വരയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ചില കോർട്ടിയേഴ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ റിയൽ അപ്പിയറൻസ്, അവരുടെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് എഴുതാനാണ്. മൂന്നാമത്തെ കോളത്തിൽ ദ വേ ദേ വാണ്ടഡ് ടു ബി പോർട്രേറ്റ്, ഏത് രീതിയിലാണ് അവരുടെ ചിത്രം വരയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടത് ആ കാര്യമാണ് എഴുതേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. കമാൻഡർ ഇൻ ചീഫ്, അയാളുടെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഷോർട്ട് ഫാറ്റ് ബോൾഡ് മാൻ വിത്ത് ആൻ ഇനോമസ് പോഞ്ച്, പൊക്കം കുറഞ്ഞ് തടിച്ച് തലയിൽ മുടിയൊന്നുമില്ലാത്ത വലിയൊരു കുടവയറൊക്കെ ഉള്ള ആളാണ് കമാൻഡർ ഇൻ ചീഫ്. അപ്പോൾ എങ്ങനെയാണ് തൻ്റെ ചിത്രം വരയ്ക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി വാണ്ട്സ് ടു മേക്ക് ഹിം ലുക്ക് ഹാൻഡ്സം വിത്ത് എ ഫ്ലാറ്റ് സ്റ്റൊമക്ക്, നല്ല സുന്ദരനായിട്ടുള്ള ഒരാളായിട്ട് വരയ്ക്കണം. അതുപോലെ ഈ വയറൊക്കെ ഒന്ന് കുറച്ച് നല്ല ഫ്ലാറ്റ് സ്റ്റൊമക്കാണ് ഈ ചിത്രത്തിൽ ഉണ്ടാവേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. രണ്ടാമത് വന്നത് എൽഡർലി ലേഡി, ഒരു പ്രായമായ സ്ത്രീയാണ്. അവരുടെ യഥാർത്ഥ രൂപത്തിൽ എന്താണ്, ലാർജ് ഹം ഓൺ ഹെർ ബാക്ക്, പുറത്ത് വലിയൊരു മുഴയുണ്ട്, ഒരു ഹമ്പുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വിതൗട്ട് ദ ഹംപ്. അപ്പോൾ തന്നെ ചെറുപ്പക്കാരിയും സുന്ദരിയുമായിട്ട് വരയ്ക്കുക. അതുപോലെ പുറത്തുള്ള ഈ ഒരു കൂന് അല്ലേ, അത് ഒഴിവാക്കിക്കൊണ്ട് വരയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇനി യങ് ലേഡി, ചെറുപ്പക്കാരിയായ ഒരു ലേഡി വരുന്നുണ്ട്. അവരുടെ പ്രശ്നം എന്താണ്? ഷീസ് പ്രെറ്റി ബട്ട് മിസ്സിങ് 3 ഫ്രണ്ട് ടീത്ത്. അവർ നല്ല സുന്ദരിയായിരുന്നു, പക്ഷേ മുൻനിരയിലെ 3 പല്ലുകൾ ഒരു അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എല്ലാ പല്ലുകളും ഉണ്ടാവണം, പെർഫെക്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ആയിരിക്കണം, പേർലി ടീത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് മുത്തുപോലെ തിളങ്ങുന്ന പല്ലുകൾ ഉണ്ടായിരിക്കണം ഈ ചിത്രത്തിൽ എന്നാണ് അവരുടെ ഡിമാൻഡ്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ആക്ടിവിറ്റി നമ്പർ 3. ദ ഫോളോയിങ് ആർ ദ മേജർ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. സം ഓഫ് ദം ആർ ഫാൾസ് വൈൽ സം അതേഴ്സ് ആർ ട്രൂ. മാർക്ക് ദ മസ്റ്റ് ട്രൂ ഓർ ഫാൾസ് ബൈ ടിക്കിംഗ് ദി അപ്രോപ്രിയേറ്റ് കോളം. അപ്പോൾ ഇവിടെ കുറേ ഈ കഥയിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഈ കഥയിലെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് സത്യമാണ്, ചിലത് തെറ്റാണ്, ഫാൾസ് ആണ്, ട്രൂ ആണ്, ചിലത് ഫാൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് മാർക്കാണ് ഉപയോഗിക്കേണ്ടത്, ഇൻറ്റു മാർക്കല്ല ഉപയോഗിക്കേണ്ടത്. 2 കോളത്തിലും ടിക്ക് മാർക്കാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ച് നോക്കിയിട്ട് അത് ശരിയാണെങ്കിൽ ശരി എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ ഫാൾസ് എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ, ഫാൾസ് ആണെങ്കിൽ അത് നമ്മൾ ട്രൂ ആക്കി താഴെ എഴുതുക കൂടി ചെയ്യുക. അപ്പോൾ അതിനുള്ള സ്ഥലവും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മളത് ശരിയാക്കി എഴുതുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസുകൾ നോക്കാം. ടിൽ അറൈവ്സ് അറ്റ് ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക്. ടിൽ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിൽ എത്തിച്ചേരുന്നു, ട്രൂ. ടിൽ മീറ്റ്സ് ദി ആർച്ച് ഡ്യൂക്ക്, ആർച്ച് ഡ്യൂക്കിനെ കാണുന്നു, അതും ശരിയാണ്, ട്രൂ. ഹി ഷോസ് ദ പിക്ചർ ഓഫ് ഇൻഫൻറ്റ് ജീസസ് ടു ദി ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിനെ ഇൻഫൻറ്റ് ജീസസിൻ്റെ ചിത്രമാണ് കാണിച്ചത്,
എന്ന് പറയുമ്പോൾ അത് ഫാൾസ് ആണ്, തെറ്റാണ്. കാരണം അദ്ദേഹം കാണിച്ച ചിത്രം എന്ന് പറയുന്നത് പിക്ചർ ഓഫ് അവർ ലേഡിയാണ്. അപ്പോൾ നമ്മളത് സെൻറ്റൻസ് കറക്റ്റാക്കി താഴെ എഴുതുക. ഹി ഷോസ് ദ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ മേരി ടു ദി ആർച്ച് ഡ്യൂക്ക്. അതാണ് ആർച്ച് ഡ്യൂക്കിനെ കാണിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ്, ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് അലൗസ് ടിൽ ടു മീറ്റ് ദ ആർച്ച് ഡ്യൂക്ക് അറ്റ് വൺസ്. ആർച്ച് ഡ്യൂക്കിനെ അപ്പോൾ തന്നെ കാണാൻ അനുവദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്, നമുക്കറിയാം. ആദ്യം അനുവദിച്ചില്ല, പിന്നീട് പെയിൻറ്ററാണെന്ന് അറിഞ്ഞപ്പോഴാണ് കടത്തിവിട്ടത്. അപ്പോൾ അത് നമ്മൾ ഫോൾസ് എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. അതുപോലെ സെൻറ്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതുക. ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ഡിഡ് നോട്ട് അലോ ടിൽ ടു മീറ്റ് ദി ആർച്ച് ഡ്യൂക്ക് അറ്റ് വൺസ്. നെക്സ്റ്റ്, ആർച്ച്ഡ്യൂക്സ് directs Till to paint their portrait. True. Archduke's gesture also praises Till's painting. അപ്പോൾ ആർച്ച്ഡ്യൂക്കിൻ്റെ വിദൂഷകനും ഈ പെയിൻറ്റിങ്ങിനെ പുകഴ്ത്തിയെന്ന് പറയുന്നത് അത് തെറ്റാണ്, ഫോൾസ്. അതിൻ്റെ ശരിയായ സെൻറ്റൻസ്, ദി ആർച്ച്ഡ്യൂക്സ് ജസ്റ്റർ അഡ്മിറ്റ്സ് ദാറ്റ് ഹി സീസ് നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. താൻ ഒരു ചിത്രവും കാണുന്നില്ല, ശൂന്യമായ ഭിത്തി മാത്രമാണ് കാണുന്നത് എന്നാണ് ഇവിടെ ജസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ആർച്ച്ഡ്യൂക്ക് ഡസൻ ലൈക്ക് ടു അപ്പോയിന്റ് ടിൽ ആസ് ദ കോർട്ട് പെയിൻറ്റർ. ആർച്ച്ഡ്യൂക്കിന് ടില്ലിനെ കോർട്ട് പെയിൻറ്റർ ആക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫോൾസ് ആണ്. അതിൻ്റെ കറക്റ്റഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആർച്ച്ഡ്യൂക്ക് ഈസ് ഡിലൈറ്റഡ് ഓർ ഹാപ്പി ടു അപ്പോയിന്റ് ടിൽ ആസ് ദ കോർട്ട് പെയിൻറ്റർ. അടുത്തത്, ടിൽ എൻജോയ്സ് ഡിന്നർ വിത്ത് ദി ആർച്ച്ഡ്യൂക്ക്. ട്രൂ. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻ സ്പെൻഡ് എ ഫോർട്ട് നൈറ്റ് ഇൻ ദ പാലസ് മെറി മേക്കിംഗ്. അപ്പോൾ ഒരു ഫോർട്ട് നൈറ്റ് എന്ന് വെച്ചാൽ 14 ദിവസം താമസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല, അതിലും കൂടുതൽ ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോൾസ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യാം. സെൻറ്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതാം. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് സ്പെൻഡ് ഓവർ 60 days ഇൻ ദ പാലസ് മെറി മേക്കിംഗ്. ദ കോർട്ടിയേഴ്സ് ആസ്ക് ടിൽ ടു പെയിൻറ്റ് ദം ആസ് ദേ ലുക്ക് ലൈക്ക്. ഇപ്പോൾ കോർട്ടിയേഴ്സ് തങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ പെയിൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെയല്ല പറഞ്ഞത്. ഇറ്റ് ഈസ് ഫോൾസ് ആൻഡ് ദ കറക്റ്റ് സെൻറ്റൻസ് ഈസ് ദ കോർട്ടിയേഴ്സ് ആസ്ക് ടിൽ ടു പെയിൻറ്റ് ദം ഇൻ എ ഫ്ലാറ്ററിങ് മാനർ ഹൈഡിങ് ദർ ഫിസിക്കൽ ഫ്ലോസ്. അവരുടെ കാഴ്ചയിൽ കാണുമ്പോൾ ഉള്ള അവരുടെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരെ കുറച്ചുകൂടി സുന്ദരന്മാരായിട്ട് വരയ്ക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. ദ കോർട്ടിയേഴ്സ് പ്രൈസ് ടിൽ ഫോർ എ സ്പ്ലെൻഡഡ് പെയിൻറ്റിംഗ്. ട്രൂ. ടിൽ കാംലി വാക്സ് ഔട്ട് ഓഫ് ദി പാലസ്. ട്രൂ. അപ്പോൾ ഇതിൽ കുറേ സെൻറ്റൻസുകൾ ട്രൂ ആണ്, ചിലത് ഫാൾസ് ആണ്. ഫാൾസ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ കറക്റ്റ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള ഭാഗത്ത് എഴുതുകയും ചെയ്യുക. ഇനി അടുത്തത് വൊക്കാബുലറി ആക്ടിവിറ്റീസ് ആണ്. അതായത് വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഇവിടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് പറഞ്ഞിട്ടുള്ള ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ പറ്റി ടെക്സ്റ്റിൽ പറയുന്ന ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് വെൽ ബിൽറ്റ് എന്നുള്ള വാക്ക്. അപ്പോൾ വെൽ ബിൽറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല തണ്ടും തടിയുമുള്ള, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള, നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത്തരത്തിൽ വെൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റു ചില വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൽ ഓഫ്, വെൽ നോൺ, വെൽ ഇൻഫോംഡ്, വെൽ വിഷർ, വെൽ റെഡ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 എണ്ണം വേറെയും എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നിൻ്റെ അർത്ഥവും അതുപോലെ പുതിയ 5 വാക്കുകളുടെ അർത്ഥവും നോക്കാം. വെൽ ഓഫ് എന്ന് വെച്ചാൽ വെൽത്തി, ധാരാളം പണമുള്ള എന്നുള്ള അർത്ഥം, ഇൻ എ ഗുഡ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. വെൽ നോൺ എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന, ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് അർത്ഥം. വെൽ ഇൻഫോംഡ് എന്ന് വെച്ചാൽ ധാരാളം അറിവുള്ള ഒരു വ്യക്തി എന്നാണ്. വെൽ വിഷർ എന്ന് വെച്ചാൽ നമ്മൾക്ക് നന്മ ഭവിക്കണം, നല്ലത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. വെൽ റെഡ് എന്ന് വെച്ചാൽ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള നല്ല അറിവുള്ള ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ്. ഇനി അതർ സിമിലർ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് വെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റു ചില വാക്കുകളും കൂടി നോക്കാം. വെൽ ബീയിങ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് കംഫർട്ടബിൾ, അപ്പോൾ നല്ലൊരു അവസ്ഥയിൽ, സന്തോഷകരമായ, ആരോഗ്യമുള്ള ഒരു അവസ്ഥ, വെൽ ബീയിങ്. വെൽ മാനേർഡ് എന്ന് വെച്ചാൽ നല്ല മാനേഴ്സ് ഉള്ള. വെൽ അഡ്ജസ്റ്റഡ് എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള. വെൽ ബ്രെഡ് എന്ന് വെച്ചാൽ നല്ല കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ നല്ല ബ്രീഡിങ്ങിലുള്ള, നല്ല മാനേഴ്സുള്ള. വെൽ സ്പോക്കൺ എന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കുക. വെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകളാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലുക്ക് അറ്റ് സം ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് 3 പാരഗ്രാഫ്സ് ഓഫ് ദ സ്റ്റോറി. ഈ കഥയുടെ ആദ്യത്തെ 3 പാരഗ്രാഫിൽ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളാണ്. ഈ വാക്കുകൾ ഒന്നാമത്തെ കോളത്തിൽ വാക്കുകളെല്ലാം എസ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വാക്കുകളാണ്, അല്ലെങ്കിൽ പ്ലൂറൽ ഫോംസ് ആണ്, ബഹുവചനങ്ങളാണ്. രണ്ടാമത്തെ കോളത്തിലുള്ളത് ചില പാസ്റ്റ് സെൻറ്റൻസുകളാണ്. മൂന്നാമത്തെ കോളത്തിലുള്ളത് അഡ്വേർബ് അല്ലെങ്കിൽ ക്രിയാവിശേഷണങ്ങളാണ്. ഒന്നാമത്തതിൽ
എല്ലാം എസ് ചേർത്തിട്ടുള്ളതാണ്. രണ്ടാമത്തത് ഇ ഡി ചേർത്തിട്ടു, മൂന്നാമത്തത് എൽ വൈ ചേർത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നാമത്തെ കോളത്തിലുള്ളതെല്ലാം റൂട്ട് വേർഡിനോടൊപ്പം എസ് ചേർത്ത് അതിൻ്റെ ബഹുവചനമാക്കിയതാണ്. രണ്ടാമത്തതിൽ റൂട്ട് വേർഡ് അതിൻ്റെ ഒപ്പം ഇ ഡി ചേർത്തുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ടാക്കിയതും, മൂന്നാമത്തത് എൽ വൈ എന്ന സഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ക്രിയാവിശേഷണം ഉണ്ടാക്കിയിട്ടുള്ളതിനും ഉദാഹരണങ്ങളാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഉള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലുക്ക്, ലുക്സ്, ഡിസ്മൗണ്ട്, ഡിസ്മൗണ്ട്സ്, അഡ്രസ്, അഡ്രസ്സസ്, ഇംപ്രസ്, ഇംപ്രസസ്, കംപ്ലീറ്റ്, കംപ്ലീറ്റ്സ്. അതുപോലെ പാസ്റ്റ് ഫോം ഇ ഡി ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളത് ലുക്ക്, ലുക്ഡ്, ഡിസ്മൗണ്ട്, ഡിസ്മൗണ്ടഡ്, അഡ്രസ്, അഡ്രസ്ഡ്, ഇംപ്രസ്, ഇംപ്രസ്ഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്. ഇനി അഡ്ജക്റ്റീവ്സിനെ ഉണ്ടാക്കിയിരിക്കുന്ന റൂട്ട് വേർഡിനൊപ്പം എൽ വൈ ചേർത്തിട്ടുള്ള ഉദാഹരണമാണ് കൂൾലി, ഇമ്മീഡിയറ്റ്ലി, കാംലി, ക്വിക്ക്ലി, പേഷ്യൻ്റ്ലി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്ത് എഴുതാവുന്നതാണ്. എസ് ചേർത്തിട്ടുള്ളതും ഇ ഡി ചേർത്തിട്ടുള്ളതും എൽ വൈ ചേർത്തിട്ടുള്ളതും. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ഹൗ ഡസ് സ്റ്റിൽ അഡ്രസ് ദി ആർച്ച് ഡ്യൂക്ക്. അപ്പോൾ ഇവിടെ ആർച്ച് ഡ്യൂക്കിനെയും അതുപോലെ ക്വീൻ, പെയിൻറ്റർ, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ ഇവിടെ താഴെയുള്ള ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി അതാത് കള്ളികളിൽ എഴുതുക. ആർച്ച് ഡ്യൂക്കിനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതാണ്, അതുപോലെ ക്വീൻ, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, പെയിൻറ്റർ. അപ്പോൾ നമ്മളിവിടെ ആർച്ച് ഡ്യൂക്കിനെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ യുവർ ഹൈനസ്, മൈ ലോർഡ് എന്നൊക്കെയാണ്. ക്വീൻ, ഹെർ ഹൈനസ്, മാഡം, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, സർ, പെയിൻറ്റർ, മൈ ഡിയർ ഫെലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇതിലെ ചില വാക്കുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സർ, മിസ്റ്റർ, മിസ് ഇങ്ങനെയൊക്കെയുള്ള. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ വലിയ റാങ്കിലുള്ള വ്യക്തികൾ അവരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, രാജാവിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹിസ് ഹൈനസ്, യുവർ ഹൈനസ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇതിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളും അല്ലാതെ ഈ വലിയ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളോട് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഒന്ന് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ സർ, മാഡം, മാം, മിസ്റ്റർ, മിസ്സിസ്, മിസ്. സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകൾ യുവർ ഹൈനസ്, മൈ ലോർഡ്, ഹെർ ഹൈനസ്, യുവർ ലോർഡ്ഷിപ്പ്, മൈ ഡിയർ ഫെലോ. ഇനി ഈ ഒരു കഥ നമ്മൾ വേറെ ഏതെങ്കിലും കഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും മണ്ടനായ രാജാവിൻ്റെ കഥ. രണ്ട് തയ്യൽക്കാർ വന്ന് രാജാവിനോട് പറയുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രസ്സ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന്. അപ്പോൾ അവരുടെ വാക്കിൽ വീണു പോകുന്ന രാജാവ് അവരോട് ആ വസ്ത്രം ഉണ്ടാക്കാൻ പറയുകയും അതുകൊണ്ട് അതിനുശേഷം ഈ ഭാവനയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തെരുവിലൂടെ ഒരു പരേഡ് നടത്തുന്ന ഒരു മണ്ടനായ രാജാവിൻ്റെ കഥ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഈ ഒരു കഥയുമായിട്ട് ധാരാളം കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുള്ള ഒരു കഥയാണത്. അപ്പോൾ ആ കഥ നമുക്കൊന്ന് നോക്കാം. Once upon a time in the kingdom of Britannia there lived a king known for his foolishness. തൻ്റെ ഫൂളിഷ്നെസ്സിൻ്റെ പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. The king was easily influenced by flattery. അല്ലെ, ആരെങ്കിലും പുകഴ്ത്തിയാൽ അപ്പോൾ തന്നെ അതിൽ വീണു പോകുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം. ആൻഡ് ഓഫൺ മെയ്ഡ് ഡെസിഷൻസ് വിതൗട്ട് കെയർഫുൾ കൺസിഡറേഷൻ. എന്നാൽ ആലോചിക്കാതെ തീരുമാനമെടുക്കുന്ന ഒരു രാജാവായിരുന്നു. ടു വീവേഴ്സ്, രണ്ട് നെയ്ത്തുകാർ ഈ രാജാവിൻ്റെ ഈ ഒരു വീക്ക്നെസ് അറിഞ്ഞ് അവിടേക്ക് വരികയാണ്. നോവിങ് ഓഫ് ദ കിങ്സ് ഗലിബിലിറ്റി ഡിവൈസ്ഡ് എ കണ്ണിങ് പ്ലാൻ ടു എക്സ്പ്ലോയിറ്റ് ഹിസ് ഫൂളിഷ്നെസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവത്തെ ഒന്ന് ചൂഷണം ചെയ്യാം കുറച്ച് പണം ഉണ്ടാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ തുന്നൽക്കാർ വരുന്നത്. ദേ അറൈവ്ഡ് അറ്റ് ദി റോയൽ കോർട്ട് ക്ലെയിമിംഗ് ടു ബി സ്കിൽഡ് വീവേഴ്സ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ദ മോസ്റ്റ് മാഗ്നിഫിഷ്യൻറ്റ് ക്ലോത്ത് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്ത്രം ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. ദേ ഡിസ്ക്രൈബ് ദർ ഫാബ്രിക് ആസ് സോ ഫൈൻ ആൻഡ് മാജിക്കൽ ദാറ്റ് ഇറ്റ് കുഡ് ഓൺലി ബി സീൻ ബൈ ദോസ് ഫിറ്റ് ഫോർ ദർ പൊസിഷൻസ് ആൻഡ് ദോസ് ഓഫ് നോബിൾ ബർത്ത്. അപ്പോൾ നല്ല കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമേ ഈ ഒരു വസ്ത്രം കാണാൻ കഴിയൂ. നമ്മുടെ ടില്ല് പറഞ്ഞതുപോലെ തന്നെ ആണ് ഇവരും പറഞ്ഞിരിക്കുന്നത്. Intrigued by the prospect of possessing such extraordinary cloth, the king eagerly commissioned the weavers to create garments for him. ഉടനെ തന്നെ രാജാവ് അവരോട് അത് ഉണ്ടാക്കാൻ പറയുന്നു.
അങ്ങനെ വീവേഴ്സ് pretending to work tirelessly set up empty looms and went through the motions of weaving. അപ്പോൾ ഇവർ നെയ്യുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നു. രാജാവ് ഇത് കാത്തിരിക്കുന്നു. The king anxiously awaited the completion of his new attire. After some time, the weavers announced that the garments were ready for fitting. അപ്പോൾ റെഡിയാണെന്ന് പറയുന്നു. However, the king and his courtiers went to see the fabric. They saw nothing on the loom. അപ്പോൾ രാജാവും രാജാവിൻ്റെ പരിചാരകരും എല്ലാവരും ചെന്ന് ഈ ഡ്രസ്സ് കാണാൻ ചെന്നപ്പോൾ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഫിയർഫുൾ ഓഫ് അഡ്മിറ്റിംഗ് ദർ ഇനബിലിറ്റി ടു സീ ദ ക്ലോത്ത് ദേ പ്രിറ്റൻഡ് ടു അഡ്മയർ ദ നോൺ എക്സിസ്റ്റന്റ് ഗാർമെന്റ്. അപ്പോൾ ഇല്ലാത്ത ഈ ഒരു വസ്ത്രം അതിനെ പുകഴ്ത്താൻ തുടങ്ങി എല്ലാവരും. അല്ലെങ്കിൽ അവർ നല്ല ആളുകളല്ല എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നോബിൾ ഫാമിലിയിലുള്ളവരല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അത് ഭയന്നുകൊണ്ട് അവരെല്ലാവരും ഈ ഇല്ലാത്ത വസ്ത്രത്തെ പുകഴ്ത്താൻ ശ്രമിച്ചു. They would be deemed unfit for their positions if they admitted the truth. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ സ്ഥാനം പോകും എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും ഈ ഇല്ലാത്ത വസ്ത്രത്തെ പറ്റി പറയാൻ തുടങ്ങി. ഫൈനലി ദ കിങ് വാണ്ടിങ് ടു ഡിസ്പ്ലേ ഹിസ് ന്യൂ അറ്റാച്ച് ടു ഹിസ് സബ്ജക്ട്സ്. അപ്പോൾ തൻ്റെ ജനങ്ങളെ ഈ ഒരു പുതിയ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി രാജാവ് ഇറങ്ങുന്നു. മാർച്ച് ഇൻ ഗ്രാൻഡ് പ്രൊസഷൻ വെയറിങ് ഹിസ് ഇമാജിനറി ക്ലോസ്. അപ്പോൾ ഈ ഭാവനയിലുള്ള ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു ജാഥയായി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം നഗ്നനായിട്ടാണ് പോകുന്നത്. ദി ടൗൺസ് പീപ്പിൾ ഓൾസോ ഫിയർഫുൾ ഓഫ് ബീങ് ലേബിൾഡ് അൺഫിറ്റ് ഫോർ ദർ പൊസിഷൻസ് പ്രൈസ് ദ കിങ്സ് സ്പ്ലെൻഡിഡ് അറ്റയർ ദോ ദേ ടു സോ നത്തിങ്. അവരും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, വസ്ത്രമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഭയമുള്ളതുകൊണ്ട് അവരാരും രാജാവ് നഗ്നനാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. ആസ് ദ കിങ് പരേഡഡ് ത്രൂ ദ സ്ട്രീറ്റ്. ഒരു പരേഡായിട്ട് ഈ തെരുവിലൂടെയെല്ലാം രാജാവ് നടന്നു. എ യങ് ചൈൽഡ് വാച്ചിങ് ദ പ്രൊസഷൻ ഇന്നസെന്റ്ലി ക്ലെയിം. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറിയ കുട്ടി അതിൻ്റെ നിഷ്കളങ്ക സ്വഭാവം കൊണ്ട് വിളിച്ചു പറഞ്ഞു രാജാവ് നഗ്നനാണ് എന്നുള്ളത്. അപ്പോൾ അത് കേട്ട് എല്ലാവരും ചിരിക്കാനും തുടങ്ങി. അപ്പോൾ രാജാവിന് മനസ്സിലായി തനിക്ക് പറ്റിയ അബദ്ധം. ദ ട്രൂത്ത് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ ആൻഡ് സൂൺ ദ എൻറ്റയർ കിങ്ഡം ന്യൂ ഓഫ് ദ കിങ്സ് ഫൂളിഷ്നെസ്. റിയലൈസിങ് ഹി ഹാഡ് ബീൻ ഡിസീവ്ഡ് ദ കിങ് ഫെൽറ്റ് അഷെയിംഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ്. അപ്പോൾ രാജാവിന് മനസ്സിലായി, തൻ്റെ അബദ്ധം മനസ്സിലായി. ഈ സമയം കൊണ്ട് ഈ തുന്നൽക്കാർ അല്ലെ തയ്യൽക്കാർ അവിടെ നിന്ന് ആർക്കും പിടികൊടുക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. The weavers having taken advantage of his foolishness vanished without a trace, leaving the king to learn a valuable lesson about trusting blindly and the consequence of his gullibility. അപ്പോൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും അതുപോലെ ഈ ഒരു തൻ്റെ വീക്ക്നെസ് ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നും ഇത് ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേ എടുത്തുചാടി കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെയുള്ള ഒരു പാഠം ഇവിടെ രാജാവ് പഠിക്കുകയാണ്. അപ്പോൾ ഈ കഥ പല കാര്യങ്ങളിലും നമ്മുടെ ടില്ലിൻ്റെ സ്റ്റോറിയുമായിട്ട് സാമ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഥ നമുക്ക് എഴുതാം. ഇനി imagine you are one of the courtiers present while Till invited the courtiers to have a look at his picture. What would be the likely conversation between Till and you? അപ്പോൾ ടില്ലും നിങ്ങളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇത്. നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക മാത്രം ചെയ്യാം. മീ ആൻഡ് ടിൽ, കോൺവെർസേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് ടിൽ, നിങ്ങളും ടില്ലും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഈ ഒരു സംഭാഷണം നമുക്ക് ഒരു 5 or 6 എക്സ്ചേഞ്ചുകൾ മാത്രം എഴുതിയാൽ മതി, മുഴുവനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ടിൽ ഒരു കാര്യം പറയുന്നു, നമ്മളതിന് മറുപടി പറയുന്നു, അതാണ് ഒരു എക്സ്ചേഞ്ച് ആയിട്ട് പരിഗണിക്കുന്നത്. അത്തരത്തിലുള്ള 5 അല്ലെങ്കിൽ 6 എക്സ്ചേഞ്ച് നമ്മൾ എഴുതുക. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകതകൾ, അതിലെ എല്ലാ കഥാപാത്രങ്ങളുടെ അവർ പറയുന്ന ഡയലോഗുകളും അതുപോലെ അവരുടെ പ്രവൃത്തികളും ആക്ഷൻസ്, അതുപോലെ എവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റിലുണ്ടാവും. അപ്പോൾ ഈ മോഡൽ സ്ക്രിപ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സെറ്റിംഗ് ഉണ്ടാവും, നടക്കുന്ന സ്ഥലം, സ്റ്റേജ് ഡയറക്ഷൻസ്, സ്റ്റേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാവും, അതുപോലെ ഡയലോഗ്സ് ഉണ്ടാവും, വസ്ത്രങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ അവരുടെ ആക്ഷൻസ്, ആംഗ്യങ്ങൾ എല്ലാം, അവരേത് രീതിയിൽ സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമുക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ കഥയെ നമ്മളൊരു 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ദ മീറ്റിംഗ് ബിറ്റ്വീൻ ടിൽ ആൻഡ് ദി ആർച്ച് ഡ്യൂക്ക് ആൻഡ് ഹിസ് അപ്പോയിൻമെൻറ്റ് ആസ് ദ കോർട്ട് പെയിൻറ്റർ, ദ മീറ്റിംഗ് ബിറ്റ്വീൻ ടിൽ ആൻഡ് ദ കോർട്ടിയേഴ്സ്, ദ പ്രോഗ്രസ് ഓഫ് ടിൽസ് പെയിൻറ്റിംഗ്, ദ എക്സിബിഷൻ ഓഫ് ടിൽസ് പെയിൻറ്റിംഗ് ആൻഡ് ദ റിയാക്ഷൻ ഓഫ് അതേഴ്സ്. അപ്പോൾ ഈ കഥയിലെ 4 ഭാഗങ്ങൾ 4 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ അതിൻ്റെ ചെറിയൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് ഒന്ന് കാണിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് ചെയ്ത സ്ക്രിപ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ടിൽ ആൻഡ് ആർച്ച് ഡ്യൂക്കാണ്. അപ്പോൾ സീൻ വേണം, ക്യാരക്ടേഴ്സ് വേണം, അവരുടെ ഡയലോഗുകൾ നമുക്ക്
ഈ രീതിയിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ സെക്ഷനിൽ മീറ്റിംഗ് ബിറ്റ്വീൻ ടിൽ ആൻഡ് കോർട്ടേഴ്സ്, ടില്ലും കോർട്ടേഴ്സും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ്, അതും നമുക്ക് എഴുതാം. മൂന്നാമത്തെ സെക്ഷനിൽ ടിൽ തൻ്റെ ചിത്രം വര തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഹാളാണ്. അപ്പോൾ അതിലുള്ള ആക്ഷൻസും ഡയലോഗ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാലാമത്തെ സെക്ഷൻ അതിൻ്റെ എക്സിബിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലെ ആക്ഷൻസ്, അതുപോലെ സെറ്റിങ്സ്, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംസാരം, ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഒരു ക്യാരക്ടർ മാപ്പാണ്. അതായത് ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നതിന് മുൻപ് നമ്മൾ മനസ്സിൽ ഒരു ക്യാരക്ടറിൻ്റെ എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത്, അതിൽ ഏതൊക്കെ വാക്കുകൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാപ്പാണ്. അപ്പോൾ ഇവിടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിൻ്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ സ്റ്റോൾ, നല്ല ഉയരമുള്ള ആളാണ്. വെൽ ബിൽറ്റ്, നല്ല ആരോഗ്യവാനാണ്. റെഡ് ഹെയർഡ്, ചുവന്ന മുടിയാണ്. പ്രായം ഏകദേശം 25 വയസ്സാണ്. അതുപോലെ അദ്ദേഹം ധരിച്ചിരിക്കുന്ന യൂണിഫോം ഗോൾഡൻ കവറിംഗ് ഉള്ള യൂണിഫോമാണ്. ഹാൻസം, സുന്ദരനാണ്. ഡസ് ഹിസ് ഡ്യൂട്ടീസ് വെൽ, തൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നു. ലൈക്സ് പെയിൻറ്റിങ് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിൻ്റെ ചില സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ രണ്ടാളുകളുടെ ക്യാരക്ടർ മാപ്പ് തയ്യാറാക്കുന്നു, അതുപോലെ അവരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടർ മാപ്പ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതല്ല, പക്ഷേ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ക്യാരക്ടർ മാപ്പ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ, ഇപ്പോൾ ഇവിടെ 8 വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് 2 ക്യാരക്ടേഴ്സിൻ്റെയും. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് ടെക്സ്റ്റിലേക്ക് എഴുതി ആ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുകയാണ്. അപ്പോൾ ടൈലിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അയാളുടെ അപ്പിയറൻസ്, രൂപം എങ്ങനെയാണ്, ഈ കഥയിലെ പ്രാധാന്യം എന്താണ്, പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ അത്, അതുപോലെ ഈ കഥയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ 2 ക്യാരക്ടർ സ്കെച്ചും നമ്മളെ ചാനലിൽ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഇതാണ് ടില്ലിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ടില്ലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ഇത് സംശയമുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. ടില്ലിൻ്റെ ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ചും, ഇവരുടെ സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ദോഷങ്ങളും ഈ കഥയിലെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ 2 ക്യാരക്ടർ സ്കെച്ചും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളത് സംശയമുള്ളവർ അത് കാണുക. ഇനി അടുത്തത് ഇവിടെ ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, യു ആർ വെരി ടോക്കറ്റീവ് ആറന്റ് യു. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അത് പറഞ്ഞതിന് ശേഷം അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അതിൻ്റെ അവസാനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യു ആർ വെരി ടോക്കറ്റീവ് എന്നുള്ളതിൻ്റെ അല്ലേ എന്ന് ചോദിക്കുന്നതാണ് ആറന്റ് യു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങളെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരാളോട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, 10 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ സാന്ദ്ര എന്ന് പറയുന്ന കുട്ടിയോടാണ് നമ്മൾ ചോദിക്കുന്നത്, യു ആർ സാന്ദ്ര ആറന്റ് യു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഹോബി എന്താണ്, എപ്പോൾ എണീക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. നീ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ, ഇംഗ്ലീഷ് പഠിക്കുകയാണല്ലേ, അങ്ങനെ ഓരോന്നിനും ഓരോ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആറന്റ് യു, ആറന്റ് ദേ, ഡസന്റ് ഹി, ഈസന്റ് ഷീ, ആറന്റ് ദേ, ഇസന്റ് ഇറ്റ്, ഡോണ്ട് യു, ഹാവന്റ് യു, ഡിഡന്റ് യു, ഡോണ്ട് യു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. ഇനി വൈൽ സ്പീക്കിംഗ് ടു ദ ആർച്ച് ഡ്യൂക്ക് ടിൽ യൂസസ് ഹൈലി റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ ആർച്ച് ഡ്യൂക്കിനോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി ആണ് ടില്ല് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില പ്രത്യേക വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം, തിരുമേനി എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, വലിയ എന്താണ് മഹാന്മാരായിട്ടുള്ള ആളുകളോട്, അല്ലെങ്കിൽ വലിയ പവറുള്ള ആളുകളോട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന
ചില വളരെ ഭക്തിപൂർവമുള്ള ബഹുമാനപൂർവമുള്ള ചില വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇനി അതല്ല നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വാക്കുകൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഹൈലി ഫോർമൽ ആണ് ഒന്ന്, അതായത് ഫോർമൽ ഒക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജും, അതുപോലെ നമ്മുടെ സമപ്രായക്കാരോടും അതുപോലെ അല്ലാത്ത ഫോർമൽ അല്ലാത്ത അവസരങ്ങളിൽ ഫ്രണ്ട്സുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ലാംഗ്വേജ് സ്റ്റൈലും ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് മാച്ച് ചെയ്യുന്നു. അപ്പോൾ അത് ഒന്ന് വരച്ച് നമ്മൾ അത് ഏതിൻ്റെയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത്, മേ യുവർ ഹൈനസ് പാർഡൻ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. അപ്പോൾ അത് സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ സാധാരണക്കാരോട് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പ്ലീസ് പാർഡൻ മീ ഫോർ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യു. അടുത്തത്, ഐ ഹാവ് പെയിൻറ്റഡ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി ഫോർ യു. ഇപ്പോൾ ടില്ല് ഉപയോഗിച്ച ഒരു ലാംഗ്വേജ് വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള, വളരെ ഹൈലി റെസ്പെക്റ്റ് കൊടുക്കുന്നുള്ള ഒരു ലാംഗ്വേജ് ആണ്. എന്നാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുക അത്രയും റെസ്പെക്റ്റ് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന അത് ആ ഒരു വേർഷനും ആണ് ഇവിടെ ഇൻഫോർമലിൽ കൊടുത്തിരിക്കുന്നത്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി ഫോർ യു. അടുത്ത, ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. ഐ ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. Perhaps your highness might wish to offer me the chair of your court painter who died recently. I wish you will make me the court painter. ഇങ്ങനെ ഈ രീതിയിൽ ഓരോ സെൻറ്റൻസുകളും നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട് 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി. പക്ഷെ അതിൽ ചില വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ താഴത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് കറക്റ്റാക്കി എഴുതുക. അപ്പോൾ നമുക്കിവിടെ ബോക്സിലുള്ള വാക്കുകളൊക്കെ കറക്റ്റായിട്ട് ചേർത്തുകൊണ്ട് എഴുതാം. ഒരു മീനിങ് ഫുൾ പാസേജ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. ഐ ഹാവ് റെഡ് ദ സ്റ്റോറി The Mysterious Picture. I like the character Till in the story very much. He is a painter. One day he visited the palace of Archduke of Battenberg. He was stopped at the entrance to the palace by the captain of the guards. Later, he was allowed to meet the Archduke. Till and his companions enjoyed their life in the palace. Everybody praised his painting, but the Duke's jester could see only a blank wall. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അർത്ഥമുള്ള ഒരു പാസേജ് ആക്കി ഇതിനെ മാറ്റുക. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയിൽ ഇവിടെ നമുക്ക് 4 കോളങ്ങൾ കാണാം. ഒന്നാമത്തെ കോളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഈ പാരഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംഗുലർ നൗൺസ്, അതായത് ഏകവചനങ്ങളായിട്ടുള്ള നാമങ്ങൾ, അത് എടുത്തെഴുതുക. അതുപോലെ മൂന്നാമത്തെ കോളത്തിൽ ബഹുവചനങ്ങളും എടുത്തെഴുതുക. ബഹുവചന നാമങ്ങൾ എടുത്തെഴുതുക. എന്നിട്ട് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഫോമും, പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ സിംഗുലർ ഫോമും അതിൻ്റേതായ കള്ളികളിൽ ചേർക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. സിംഗുലർ നൗൺസ്, പ്ലൂറൽ ഫോംസ്. പ്ലൂറൽ നൗൺസ്, സിംഗുലർ ഫോംസ്. സിംഗുലർ നൗൺസിൻ്റെ പ്ലൂറൽ ഫോമും പ്ലൂറൽ നൗൺസിൻ്റെ സിംഗുലർ ഫോംസ്. ബഹുവചനത്തിൻ്റെ ഏകവചനവും ഏകവചനത്തിൻ്റെ ബഹുവചനവുമാണ്. Archduke, archdukes, hall, halls, picture, pictures, curtain, curtains, work, works, something, somethings, painting, paintings. പെയിൻറ്റിങ് എന്ന് വെച്ചാൽ ഒരു പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ്സ് എന്ന് വെച്ചാൽ ധാരാളം പെയിൻറ്റിങ്ങുകളാണ്. അതുപോലെ ബഹുവചനങ്ങളുണ്ട്. കോർട്ടിയേഴ്സ്, കോർട്ടിലുള്ള മുഴുവൻ ആളുകൾ. അപ്പോൾ ഒരാളെ പറയണമെങ്കിൽ നമ്മൾ കോർട്ടിയർ, ലേഡീസ്, ലേഡി, ജെന്റിൽമാൻ, ജെന്റിൽമാൻ, വെയിൻസ്, വെയിൻ. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ ലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റെഗുലർ പ്ലൂറൽസും അതുപോലെ ഇറഗുലർ പ്ലൂറൽസും എന്താണ് നമ്മൾ മനസ്സിലാക്കുക. സാധാരണഗതിയിൽ ഒരു നൗണിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബഹുവചനം കിട്ടും. എന്നാൽ ചില വാക്കുകൾ, ചില നൗൺസ്, അതിൻ്റെ ബഹുവചനം എന്ന് പറയുന്നത് എസ്ഒ ഇഎസ്ഒ ചേർത്ത ഫോം അല്ല, പകരം മറ്റൊരു പുതിയ വാക്ക് തന്നെയാണ് എന്നുള്ള കാര്യം അതുകൂടി നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് ടെക്സ്റ്റിൽ എഴുതാവുന്നതാണ്. ഇനി മറ്റൊരു ആക്ടിവിറ്റി ഉള്ളത് നൗൺ ഫ്രേസ് ഇൻ സബ്ജക്ട് പൊസിഷൻ. സബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് എഴുതുക. അതുപോലെ ഒബ്ജക്റ്റ് സ്ഥാനത്തുള്ള നൗൺസ്, അതായത് സബ്ജക്റ്റ് വരുന്ന നൗണും അതുപോലെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗണും വേർതിരിച്ച് എഴുതാനാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം.
noun phrases in subject position, അതുപോലെ noun phrases in object position. noun phrase subject positionൽ വരുന്നത് arch do, till, my lord, ladies and gentlemen, you, I, there, only those among you who have noble blood in your veins. അതുപോലെ ഒബ്ജക്റ്റ് പൊസിഷനിൽ വരുന്നത് all the courtiers, the hall, them, the picture, the curtains, my work, സംതിങ് വെരി സ്പെഷ്യൽ, ദിസ് പിക്ചർ, ദിസ് പെയിൻറ്റിങ്. ഇപ്പോൾ ഈ രീതിയിൽ നമ്മളതിനെ എഴുതാവുന്നതാണ്. ഇനി അടുത്തത് സുനിൽ, 8ാം ക്ലാസ്സിലെ സുനിൽ എഴുതിയ ഒരു പാരഗ്രാഫാണ്. ഇതിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. ഈ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം എന്തുകൊണ്ടാണ് അത് മിസ്റ്റേക്ക് ആയതെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് അതിൻ്റെ കാരണം കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തത് റീച്ച് അല്ല, റീച്ച്ഡ് ആണ്. കാരണം അവിടെ കറക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കണം. ഈ പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് അവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. രണ്ടാമത്തെ സെൻറ്റൻസ് ആരംഭിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പോൾ ഇവിടെ ചെറിയ അക്ഷരം ടി അല്ല വേണ്ടത്, വലിയ അക്ഷരം ടി ആണ് വേണ്ടത്, ക്യാപിറ്റലൈസേഷൻ. അടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഗാർഡ്സ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് GUARDS എന്നാണ്. അടുത്തത് ടെൻസ് നമ്മൾ കറക്റ്റാക്കി എഴുതണം. പ്ലേ അല്ല, പ്ലേയിങ് ആണ്. അടുത്തത് പ്രിപ്പൊസിഷൻ, തെറ്റായ പ്രൊപ്പൊസിഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഓൺ. അപ്പോൾ അതുകൊണ്ട് അവിടെ അറ്റ്, അതിൻ്റെ ശരിയായ പ്രൊപ്പൊസിഷൻ നമ്മൾ എഴുതണം. അതുപോലെ പിക്ചർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുക. PICTURE എന്നാണ് ചിത്രം എന്നുള്ളതിൻ്റെ വാക്ക്. മറ്റേ പിക്ചർ അതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുക. ഇനി നമ്മളൊരു ലാംഗ്വേജ് ഗെയിം കളിക്കുകയാണ്. ഈ ലാംഗ്വേജ് ഗെയിമിൻ്റെ പ്രത്യേകത, ഇത് തമാശ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം അതിൻ്റെ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരത്തിലെ അക്ഷരങ്ങളെല്ലാം തെറ്റായ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആ വാക്കാക്കി മാറ്റി നമ്മൾ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ യു ക്യാച്ച് ബട്ട് നോട്ട് ത്രോ? നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും പക്ഷേ എറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ സാധാരണ പനി വരുമ്പോൾ നമ്മൾ പനി പിടിച്ചു എന്നാണല്ലോ പറയുക. അപ്പോൾ പനിയാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്ങിൻ്റെ ഈ ലെറ്റേഴ്സിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് COLD ആണ്. ഇവിടെ ODLC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റാക്കി COLD, കോൾഡ് എന്നാക്കി എഴുതുക. രണ്ടാമത്തത്, വാട്ട് കൈൻഡ് ഓഫ് റൂം ഹാസ് നോ ഡോർസ് ഓർ വിൻഡോസ്? ഇതൊരു റൂമാണ്. ഈ റൂമിന് വാതിലും ജനലും ഇല്ല. ഏതാണ് ആ റൂം? ആ റൂം മഷ്റൂം എന്നാണ്, മഷ്റൂം. അടുത്തത്, വാട്ട് ഈസ് ഓറഞ്ച് ഇൻ കളർ ആൻഡ് സൗണ്ട്സ് ലൈക്ക് എ പാരറ്റ്? ഓറഞ്ചിൻ്റെ കളറാണ്. പാരറ്റ് എന്നുള്ളതിന് ഏകദേശം സാമ്യമായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ആ വാക്ക് ക്യാരറ്റ് എന്നാണ്. സ്പെല്ലിങ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. CARROT, ക്യാരറ്റ്. അടുത്തത്, വാട്ട് ഹാസ് 4 fingers ആൻഡ് എ thumb? ഇതിന് 4 വിരലും ഒരു തള്ള വിരലുമുണ്ട്, പക്ഷേ ജീവനില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കയ്യിലൊക്കെ ഇടുന്ന ഗ്ലൗസ് ആണ്. ഗ്ലൗ, GLOVE. അടുത്തത്, വാട്ട് ലൂസസ് ഇറ്റ്സ് ഹെഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗെറ്റ്സ് ഇറ്റ് ബാക്ക് അറ്റ് നൈറ്റ്? രാവിലെ തല നഷ്ടപ്പെടുന്നു, രാത്രി തല തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്കറിയാം തലേണയാണ്. അപ്പോൾ അതിൻ്റെ വാക്ക് പില്ലോ എന്നാണ്, PILLOW. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പറഞ്ഞു. ഇതിൽ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോൺവെർസേഷനും ക്യാരക്ടർ സ്കെച്ചും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ യൂണിറ്റിൻ്റെയും ആക്ടിവിറ്റീസ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.